ಬಾಲಗತ್ತಿ ಪೆಣ್ಣು ಮಕ್ಕಳ ಭಾಗದಲ್ಲಿ ಯಾರ ಗೊರಡಿ ಬರಬತ್ತುಗೋ ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಆ ಕಡೆ ಉಮ್ಮ ഏത് മങ്ങിലാവിടെ പെണ്ണ് സുബ്ഹാനല്ലാ കോളേജിൽ പഠിച്ച ചങ്ങായിമാര് ചൊന്നിട്ടോ അതാ ചങ്ങായിമാരെ കൂടെ പാട്ടിക്ക് ഹോട്ടലുക്ക് പോകുമ്പോഴത്തേക്കോ ഉമ്മക്ക് ബേജാറില്ല പാപ്പക്ക് ബേജാറില്ല സുബ്ഹാനല്ലാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ തൊട്ടെങ്ക് വുദു മുറിയാത്ത കനിക്കത്തെ അവളെ നിക്കാഹ് അവൽ ഹറാമായ കനിക്കത്തെ ഒരു ആണിങ്ങയില്ലാണ്ട് അവളോ യാത്ര ചെയ്യുക തീരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചൊല്ലുമ്പോഴത്തേക്കോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോ ലാ തുസാഫിർ ഇംറഅ ഇല്ലാ മഅദി റജുലിൻ മഹറമി അവളെ മങ്ങിലാവൽ ഹറാമായ കനിക്കത്തെ അവളൊട്ടിಗೆ വേണ്ടാത്ത ബിയാറ ചിന്തിക്കൊണു പാടില്ലാത്ത കനിക്കത്തെ തൊട്ടെങ്കിലൊന്ന് തട്ടിപ്പോയെങ്കിൽ ഒതു പോലും മുറിയാത്ത കനിക്കത്തെ അവളുടെ മങ്ങിലാവടുക ഹറാമായ ഒരാളെ ഉള്ള കൂടെ ഇല്ലാണ്ട് യാത്ര ചെയ്യുക പാടില്ലാണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോഴത്തേക്കോ ഹബീബായ തങ്ങളെ സദസ്സുലോട് സ്വഹാബി എഞ്ചി നിന്റെ ചൊല്ലോടോ യാ റസൂലല്ലാഹ് നബിയേ നിന്റെ പെഞ്ഞായ ഹജ്ജിക്ക് ഭർത്തായിരാള് നബിയേ നിന്റെ പെണ്ണ് ഹജ്ജിക്ക് ഭർത്തായിരാള് നബിയേ പരിശുദ്ധമായ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നതിന് വേണ്ടി റെഡിയായിരാള് നബിയേ ഇന്ന അവ്വല ബൈതിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറക ഈ ദുനിയാവിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമുണ്ടല്ലേ അല്ലാഹുവിന്റെ പള്ളികളെ കൂട്ടത്തില് ഈ ദുനിയാവിൽ ആദം നബിരക്കാണ് പടക്കടിക്ക് മുന്നിൽ നിർമ്മിക്കപ്പെട്ട ഭവനമുണ്ടല്ലേ ആ പരിശുദ്ധമായ കഅബാലയെ തവാഫ് ചെയ്യുന്ന ഒരാള് ആ കഅബത്തേക്ക് പോയി ഹജ്ജ് ചെയ്യുന്ന ഒരാള് ഒരു ഉമ്മയുടെ ഭയത്തിലെ വന്ന കിടാവിടെ പോലെയാണ് ഏത് വിഷയത്തിൽ കൊണ്ടുണ്ടാ ഒരു ഉമ്മയുടെ ഭയത്തിലെ വന്ന കിടാവുക ഹറാമാക്കിയ ദോഷമില്ലല്ലേ ഒരു ഉമ്മയുടെ ഭയത്തിലെ വന്ന കിടാവ് മരിച്ചെങ്കിലും നാളെ ഖബറുകൾ പേടിക്കണ്ടല്ലേ ഒരു ഉമ്മയുടെ ഭയത്തിലെ വന്ന കിടാവു പ്രായപൂർത്തിയാവിടേക്ക് മുന്നല്ലോ മരണപ്പെട്ടു പോയെങ്കിൽ പോലും ആ കിടാവുക തൽഖീന്റെ പോലും ആവശ്യമില്ല കാരണം ഖബറുകൾ കിടാവുക ചോദ്യമില്ല ആ ഖബറുകൾ കിടാവുക എടങ്ങേരില്ല അതുപോലെയാണ് ഉമ്മ ഒരാള് ഹജ്ജ് ചെയ്യുന്നത് ഒരാള് ഹജ്ജിക്ക് പോയത് അല്ലാഹ് കബൂലാക്കിരാണ്ട് കണ്ടെങ്കില് ഒരു ഉമ്മയുടെ ഭയത്തില് വന്ന കിടാവിടെ പോലെ പവിത്രമാണ് അങ്ങനത്തെ പരിശുദ്ധമായ കഅബാലയത്തേക്ക് ഹജ്ജിക്ക് പോണുക തയ്യാറായ പെണ്ണിടെ മാപ്പിളയായ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ ഇട്ടിക ചൊല്ലോടോ നബിയേ ഒരു പെണ്ണും അവളൊട്ടിക്ക് ഹറാമായ ആളില്ലാണ്ട് അവളെ തൊട്ടെങ്കിൽ വുദു മുറിയാത്ത മങ്ങിലാവൽ ഹറാമായ ആളില്ലാണ്ട് അഥവാ പെണ്ണിടെ മാപ്പിളയില്ലാണ്ട് യാത്ര പോണുക തീരാണ്ടല്ല ചൊന്ന നബിയേ എങ്കിൽ നിന്റെ പെഞ്ഞായി ഹജ്ജിക്ക് തയ്യാറായിടാണ് നബിയേ നാണാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിലെ യോദ്ധാവിങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്താവിടെ സൈനികമാരുള്ളാറല്ല നബിയേ ആ സൈന്യത്തിലെ നിന്റെ പേര് രജിസ്റ്റർ ആയിട് നബിയേ പരിശുദ്ധ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറായ സൈന്യമുണ്ടല്ലേ നബിയേ ആ സൈന്യത്തിലെ നിന്റെ പേരും രജിസ്റ്റർ ആയിട്ട് ചൊല്ലുമ്പോഴത്തേക്കോ അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിരൊട്ടിക ചൊല്ലോടോ ഇൻതലിഖ് ഫഹുജ്ജ മഅംറതിക നിങ്ങളെ യുദ്ധമോടെ ആവശ്യകതയില്ല നിങ്ങളെ പെഞ്ഞായിന്റെ കൂടെ നിങ്ങൾ ഹജ്ജിക്ക് ഭർത്താവോറൂ സുബ്ഹാനല്ലാഹ് ഹജ്ജിക്ക് പോകുമ്പോഴത്തേക്ക് പോലും കഅബാലയത്തേക്ക് സ്വഹാബത്തിന്റെ കാലത്തൊരു പെണ്ണിങ്ങ പോകുമ്പോഴത്തേക്ക് പോലും ഭർത്താവ് കൂടമേ പോണോട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നിട്ടില്ലെങ്കിൽ നിന്റെ ഈമാനുള്ള ഉമ്മമാരെ സ്വന്തം പ്രായപൂർത്തിയായ ബാലകർത്തി പെണ്ണുമക്കള് നിങ്ങൾ പിരുസത്തിൽ ബലത്തിൽ നിങ്ങളെ പെണ്ണുമക്കള് ചങ്ങായിമാരെ കൂടെ കൂടിയിട്ട് മങ്ങിലത്തേക്ക് മുന്നല്ലോ പാർട്ടിക്ക് പോണ്ട ചൊല്ലുമ്പോഴത്തേക്കോ നക്ക് ഇന്ന ഹോട്ടലിൽ നിന്റെ ചങ്ങായിമാര് പാട്ടി തണ്ടാറ് ചൊല്ലുമ്പോഴത്തേക്കോ 100 കണക്കിലുള്ള ആളുമാർ നിങ്ങളെ മോള് ഔറത്ത് തുറഞ്ഞത് 4 സ്റ്റേറ്റസിന്റെ രൂപത്തിൽ നോക്കുമ്പോഴത്തേക്കോ നിങ്ങളെ മനസ്സിന്റെ ബേജാറ് വരാത്ത ഉമ്മ സുബ്ഹാനല്ലാഹ് എത്ര റായത്തുകൊണ്ട് പിരിസത്തെ ഈമാനുള്ള സുന്നത്തുകാരുടെ മുഅ്മിനീങ്ങളെ
അതാ മങ്ങിലത്തെ തലയുടെ 4 മങ്ങിലത്തെ 3 മെഹന്തി ഹലദി ചൊല്ലെ പ്രോഗ്രാമും വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് റൂമിടെ ഉൾഗ വേറെ ഒരാളുമില്ല. റായത്തിൽ ഇങ്ങനെ ദൂരക്കൊണുക്ക് പോയപ്പോ മങ്ങിലത്തെ 3 ദൂരക്കൊണുക്ക് പോയപ്പോ ഉണ്ടല്ലേ ഒരു റൂമിടെ ഉൾഗത്തെ പുതിയ പെണ്ണും 10 പണ്ട് ഒരാൾ ക്യാമറ പിടിച്ചിട്ട് 10 പണ്ട് സുബ്ഹാനല്ലാഹ് ആരുണ്ട് അന്വേഷിക്ക് കേൾക്കുമ്പോൾ ഒത്തുകൊണ്ടല്ലേ അവളെ പുതിയ പെണ്ണിന്റെ ഫോട്ടോ എടുക്കണം ക്യാമറമാൻ ഉൾഗ പോയില്ല റൂമിടെ ഉൾഗ ആരും ഇല്ല. പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലേ സമുദായത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ അല്ല ഞങ്ങളെ സ്വന്തത്തില ഞങ്ങളെ നേരല്ല ഞങ്ങളെ റായത്തില ഇതുപോലത്തെ കാഴ്ച ഞങ്ങൾ പല ആൾമാരും കണ്ടിട്ടുണ്ട്. പുതിയ പെണ്ണിന്റെ ഫോട്ടോ എടുക്കണം ക്യാമറമാൻ റൂമിടെ ഉൾഗ 4 പുതിയ ബന്ധു കൂടനായ വീട്ടു കൂടനായ ആ ജാഗലി ക്യാമറമാൻ പെണ്ണിരൊട്ടിക്ക് ചൊല്ലി കൈ ഇങ്ങനെ പിടി കാൽ ഇങ്ങനെ ആക്ക് കാൽ കുത്താക്ക് തല കീലാക്ക് കോലി അർത്തിട്ടിട്ടൊക്കെ എനിക്ക് എന്തേ പുതിയ പെണ്ണിന്റെ ഫോട്ടോ അബ്ബ ഗോശിബാരി ഒരു 5 മിനിറ്റ് നിൽക്കും പുതിയ പെണ്ണിട്ട് നോക്കാം ഫോട്ടോ ഇതായിട്ടുണ്ട് ഷൂട്ടിംഗ് ആയിട്ടുണ്ട്. അബ്ബ പറത്ത് കാവൽ നിன்ற 10-35 ക്യാമറമാൻ കൊടുത്ത അബ്ബ സൗദിയിൽ നെയ്ച്ചതല്ലേ പൈസ ആരുടെ കട കേട്ടതല്ല അബ്ബക്ക് വലിയ അഭിമാനം. ഞാൻ ആരുടെ ബേങ്ങിട്ടല്ല ഞാൻ നെയ്ച്ചത് ബാവ നീ നെയ്ച്ചത് എനിക്ക് എങ്ങനെ ചെലവാകും അധികാരം ആറ് തന്നെ നിന്റെ കാണവിലെ കോടീശ്വരന്മാർക്ക് അല്ല പാടപടി പാട്ടിയത്. പരിശുദ്ധ ഖുർആനിൽ ചൊന്ന ഏറ്റവും വലിയ പണക്കാരനാണ് ഖാറൂൻ. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ ജീവിപ്പിച്ച കനികത്തെ ഒരു മഹാനായ ഒരു പണ്ഡിതനായിട്ട് ഇന്ന് കനികത്തെ ഒരാളാണ് ഖാറൂൻ. ചില്ലരുടെ ആളെന്തോ അല്ല, ഒരു ലോക്കൽ മൊയിലാരെന്തോ അല്ല. മൂസാ നബിയും ഹാറൂൻ നബിയെ കഴിഞ്ഞെങ്കിൽ തൗറാത്തിൽ അഗാധമായ പാണ്ഡിത്യത്തിന്റെ മൂന്നാമത്തെ ഒരു വ്യക്തി ബനു ഇസ്രായേലിനെങ്കിൽ ഖാറൂനാണ്. ദുആത്ത് ഇജാബത്തിന്റെ കനികത്തെ ആളാണ് ഖാറൂൻ. ആ ഖാറൂന് അല്ലാഹു കൊടുത്ത സമ്പത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ. ആ ഖാറൂന് അല്ലാഹു കൊടുത്ത സമ്പത്തിനെ സംബന്ധിച്ച് ഖുർആൻ ചൊല്ലുടോ. മാ ഇന്ന മഫാതിഹു ഖാറൂന്റെ ഖജനാവല്ല, ഖാറൂന്റെ ബംഗാര കണക്കല്ല, ഖാറൂനുകിന്റെ കനികത്തെ കോഹിന്നൂർ വജ്രത്തെ കണക്കല്ല. ഖാറൂന്റെ ബംഗാറും വജ്രവൈഡൂര്യങ്ങൾ സൂക്ഷിച്ചു വെച്ച റൂമുണ്ടല്ലേ, ഖാറൂന്റെ ഖജനാവുണ്ടല്ലേ, ആ ഖജനാവിടെ ലോക്കാക്കുമ്പത്തുകൊല്ല താക്കോല് ഓരോ വെറുതെത്ര വലിയ താക്കോലാണ്. അങ്ങനത്തെ താക്കോല് വലിയ ഒരു കെട്ടിലാക്കിട്ട് അങ്ങനത്തെ താക്കോലുകളെ റാസിയുണ്ടല്ലേ, ആ താക്കോലെ റാസിനെ ഇങ്ങനെ വലിയ കെട്ടാക്കിട്ട് പുറത്തു നടക്കണു വേണ്ടി 60 കുതിര ഖാറൂനുകിന്തേ ഒന്നല്ല രണ്ടല്ല ഈമാനുള്ളങ്ങള് എത്ര കോടിയുടെ സ്വത്തുര സൂക്ഷിക്കണ ഒരു താക്കോല് കൊണ്ടിട്ടുള്ള റൂമോലോ. ഞങ്ങളുടെ മൈക്കാല ഭാഗത്തുള്ളൊരു ബാങ്ക് ദറോടെ ഇത് ആ ബാങ്കിന്റെ ബന്ധാക്കൊണു എത്ര ബീഗക്കൂ അഥവാ ബാങ്ക് എത്ര വലിയക്കൂ. ആ ബാങ്ക് ഒരു പക്ഷേ അങ്ങനെ സുന്നത്തുകാരുടെ ഈ ഫംഗ്ഷൻ നടക്കുന്ന ഗ്രൗണ്ട് എത്ര വലിയ ഉണ്ടാ ഇല്ല, ചെറിയ ഒരു ബാങ്ക്. ആ ബാങ്കിൽ റോബറി നടന്നിട്ടാകുമ്പോ ദറോടെ ആയിട്ടാകുമ്പോ തോകൂ ആ ബാങ്കിന്റെ ഉൾക സൂക്ഷിച്ച് വെച്ച് താക്കോലു അഥവാ കണക്ക് ചൊല്ലുമ്പോ തോകൂ എത്ര കോടിയുടെ സമ്പത്താണ്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഖാറൂനു ചൊല്ല ഒരു മനുഷ്യരെ സംബന്ധിച്ച് ചൊല്ലോടോ. ആ ഖാറൂന്റെ ഖജനാവിടെ സൂക്ഷിച്ച് വെച്ച കനിക്കത്തെ താക്കോലെ കെട്ടുണ്ടല്ലേ, അതിനെ പൊറുക്കൊടുക്കും 60 ബിഗാലാണ്. കോവർ കുതിരാണ്ടാണ് ചൊല്ലെ ഞങ്ങൾക്ക് വേഗ ഗൊന്താവണുകൊന്നാണ് കുതിരാണ്ട് മാന വെച്ചേ 60 കുതിരകള് ആ താക്കോലെ മാത്രം പുറത്തു നടക്കണു. ഖാറൂണ് എന്തുണ്ട് കണ്ടെങ്കില് ആ ഖാറൂണുക മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള പണ്ഡിതന്മാർ ഹറാമുക്ക് ചെലവാക്കണ്ട ഖാറൂണ്, അഹങ്കാര കാട്ടണ്ട ഖാറൂണ്, പെടക്കത്തരത്തുകതിരെ ഉപയോഗിക്കണ്ട ഖാറൂണ്. അല്ല നിക്ക് തന്നതുപോലെ, അല്ല നിക്ക് ഗുണം ചെയ്യുന്നതുപോലെ, അല്ല നിന്റെ ഒട്ടിക കരുണ കാട്ടിയതുപോലെ, അല്ല നിക്ക് സമ്പത്ത് തന്നിട്ട് നിന്റെ അള്ളാഹു സുഖജീവനത്തിൽ വെച്ചതുപോലെ നിന്റെ റായത്തിലുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒരാളുക്ക് നീ ഉപകാര ചെയ്യണോ ഖാറൂണ് എന്ന് ചൊല്ലുമ്പോ തുകോ ഖാറൂണ് അഹങ്കാര കാട്ടിയ ആ ഖാറൂനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ അവസാന ഭാഗത്തിൽ ചൊല്ലോടോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർവാ. ആ ഖാറൂന്റെ എല്ലാ കോടിക്കണക്കിലുള്ള സമ്പത്തുണ്ടല്ലേ അല്ലാഹു ഭൂമിയിൽ മുക്കുപാട്ടിട്ട് നശിപ്പിച്ച
അല്ല ഭൂമിക്ക് താത്തി കൊടുത്ത ഏത് കാറൂണാണ് അള്ളാണ് ഏത് കാറൂണാണ് മുസ്ലിമീങ്ങള് ഈ ലോകത്തേക്ക് ദೊಡ್ಡಣ್ಣാച്ചൊന്നറിയപ്പെട്ട കണക്കത് അമേരിക്ക കാലി ഒരു തീ അഗ്നി ദുരന്തത്തെ തടയൊണുകൂ ಅದಕ್ಕೊಂದು ಪರಿಹಾರ ಕೊಣಗು ಪರದಾಡೊಂಬತ್ತುಗೋ ಅಲ್ಲೇ ಅಲ್ಲ ಉದ್ದೇಶಿಸೆಂಗಿಲ್ಲ ಎಂದ ಅಮೇರಿಕ ಎಂದ ಕಾರೂನು ಏದು ಲೋಗ ಏದು ಪೈಸಕ അള്ളാഹുനൊരു സെക്കൻഡ് അമേരിക്കത്തിലുള്ള അഗ്നി ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആളുമാർക്ക് അള്ളാഹു സബർ കൊടുക്കട്ടെ, അള്ളാഹു അങ്ങക്ക് ബദല് കൊടുക്കട്ടെ. ആ അഗ്നി ദുരന്തത്തിൽ നിന്ന് അള്ളാഹു അമേരിക്കത്തെ സഹോദരന്മാർ അള്ളാഹു കാക്കട്ടെ. ഞങ്ങതിൽ സന്തോഷിക്കരല്ല, ഞങ്ങൾക്കും അതിൽ ബേജാറ്. കാരണം ഏതൊരു മനുഷ്യനക്ക് നൊമ്പലായെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനക്ക് നൊമ്പലാവും. അത് അള്ളാന്റെ റസൂൽ ആദർശം അങ്ങനെയാണ്. ശത്രുങ്ങളെ പോലും സ്നേഹിച്ച മഹാനാണ് ലോകത്ത് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ നോക്കൂ, അള്ളാഹു സമ്പത്ത് തന്നരാ ചൊന്നതിന് ഹറാമായ നിലക്ക് സ്വന്തം മക്കളെ സുബ്ഹാനല്ലാഹ് ഹജ്ജിക്ക് പോകണമെങ്കിൽ പോലും അവളുടെ കൂടെ ഒരു മഹറമില്ലാണ്ട് അത് പാടില്ലാണ്ട് ഇസ്ലാം പടിപാടിയിരുന്നെങ്കിൽ ഒരു ക്യാമറാമാന്റെയും ഒരു ബാലകർത്തി പെണ്ണിടെ കൂടെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സ് വന്നു? ഇതാര് പടിപാട്ടിയത്? എവിടേക്ക് പോയി തന്നെയോ സമൂഹ എന്റെ പിരിസത്തെ ബാലകാരന്മാരുടെ കേക്കട്ട. റബീഉൽ അവ്വൽ വരുമ്പോ എത്തരമാ റായത്തിൽ ശുഭകോരണു എത്തരമാ ബാലകാരന്മാരുടെ ഗ്രൂപ്പും ഗ്യാങ് എത്തരമാ ഗൈസ് ആ റായത്തിൽ എത്ര ഗൈസ് ഉണ്ട്. റബീഉൽ അവ്വൽ വരുമ്പോ കൊണ്ട അവിടെ 500 ബാനർ ഇന്ന ഗൈസ്, 203 ബാനർ ഇന്ന ഗൈസ്, അല്ലെങ്കിൽ ഇന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇന്ന ഇത് എത്തരമാ ബാനർ. ഓരോ ബാനറിലുള്ള ഓരോ ഹദീസ് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ബുഖാരി എല്ലാം ബൈഹാട്ടാക്കിയ കണക്കത്തെ ഹാഫിലിങ്ങളി റായത്തുള്ളാർ കാണ്ടു ബിയേരിക്കണം. അങ്ങനത്തെ അല്ല ഹദീസ്. നരമണയവണു ഹൊട്ട് എങ്ങനെ നരമണയവണു ഏനെ ആ ചൊല്ലൊരു സദസ്യരെ വരട്ടെ. ನೆರೆಕರೆಯವನು ಎಲ್ಲರಿಗೂ ಬಾಯಿ ಬಾಟು ನೆರೆಯವನು ಹಸಿದಿರುವಾಗ ಹೊಟ್ಟೆ ತುಂಬುವ ಉಣ್ಣುವವನು ನನ್ನವನಲ್ಲ. പ്രവാദി വചന എന്തിനെതിരെ ആശയ നെരടെ ഒരാൾ ഒരു പൈച്ചിട്ട് തെച്ചിര ഞങ്ങളെ സ്വന്തം നെരലുള്ള മുസ്ലിം ഉണ്ടല്ല ചൊന്നെ കാലി നെരടവണു. ഏത് ജാതിയിൽപ്പെട്ട ആളാവട്ടെ, യഹൂദിയാവട്ടെ, ജൂതനാവട്ടെ, നസുറാനിയാവട്ടെ, മജൂസിയാവട്ടെ, നിന്റെ നെരമ അവന് പൈച്ചിട്ടില്ലെങ്കിൽ നീ ബയറുന്നവരോട് തിന്റെ തേക്ക് വിടുമെങ്കിൽ നീ നബി തങ്ങളെ യഥാർത്ഥ ഉമ്മത്തി അല്ല. ഇതിനെ കാണബിലെ ഒരു സൗഹാർദ്ദത്തെ ഒരു ആശയം എന്തൊരു ലോകത്ത് കൊണ്ടു. നിന്റെ നിരലുള്ള ആള് പൈച്ചിട്ടിക്കുമ്പത്തേക്ക് ബയറുന്നുറക്കടെ ഉണ്ട് നിന്റെ സമുദായത്തിൽപ്പെട്ട ആളല്ല. ഇത് അറിഞ്ഞ കനികജ സമുദായ സുബ്ഹാനല്ല, നിന്റെ നിരല് പൈച്ചിട്ടല്ല. നിന്റെ നിരല് 30 വർഷമായിട്ടും മങ്ങിലാവാണ്ട് ബാക്കിയായ പെങ്ങളുണ്ടോ? നിന്റെ രായത്തിൽ 30 വർഷം കഴിഞ്ഞിട്ടും മങ്ങിലാവാത്ത പെണ്ണുമക്കളുണ്ടോ? നിന്റെ സമുദായത്തില് നിന്റെ കുടുംബത്തില് മങ്ങിലാവാത്ത വയസ്സായ പെണ്ണുമക്കൾ നിന്റെ സമുദായത്തിരിക്കുമ്പോത്തോ നിനക്ക് അല്ലാഹു തന്നെ സമ്പത്തിലെ ഹറാമായ നിലക്ക് ചെലവാക്കണോ? എങ്ങനെ മനസ്സ് പറഞ്ഞ ബാലക്കാരാ, ഈമാനുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു മങ്ങിലാച്ചുള്ള സുന്ദരമായ ജീവന തറമ്പത്തുകോ. ഒരാളൊട്ടികം കൈ കാട്ടാണ്ട് ഒരു പള്ളിയിലെ ജാനുക്ക് പോയിട്ട് ബേങ്ങാണ്ട് ഒരു സംഘത്തെ ആളുമാർക്കും ലെറ്റർ പാഡ് കൊടുത്തു കലക്ഷൻ ആക്കി പാട്ടാണ്ട് അല്ലാഹു നിങ്ങളുടെ പാപ്പക്ക് കൊടുത്ത സമ്പത്ത് കൊണ്ട് നല്ല നിലക്കൊരു മങ്ങില നടക്കുമ്പോത്തുകോ ആ മങ്ങിലത്തെ കൂടെ മുന്നലാക്കടെ എന്തെല്ലാം ചെലവുകളുണ്ടാ. നാലമീന് മണിയരലതാ കായന്തായിട്ട് പുതിയ പെണ്ണായിട്ട് ചമയിലേക്ക് മുന്നോലോ. നിന്റെ ഇന്റെ പുതിയ പെണ്ണ് പോലെ ചമഞ്ഞിട്ട് നിന്റെ ചങ്ങായി മാറി തീർക്കുമ്പോത്തുകോ എത്തരായര വേണു പെങ്ങള് ഹൽദിയാക്കുമ്പോ എത്തരായര വേണു സഹോദര. ഈ എല്ലാ പൈസത്തെ നീനമീത്ത് ഒരുമിച്ച് കൂട്ടിയെങ്കില് അതാ നന്റെ മോളുക മങ്ങിലാമ്പത്തുകോ അവളുക മൊയിലാജാകൊണു ഇന്ന ഹാളിട്ട് ബുക്കാക്കി പറമ്പത്തുകോ ഹാളിക്ക് എത്ര ബാടിക്ക് അവരോട്ട് കേട്ടുക അന്റെ എത്ര ആളെ വിളിച്ചിട്ട് ദാവത്ത് കൊടുക്കണു കൊണ്ടുണ്ടോ കണക്കാക്ക്. എന്നിട്ട് എത്ര ലാക്ക് മങ്ങിലത്തെ മുന്നലുക ചെലവുണ്ടോന്ന് ആലോചനക്ക്. എന്നിട്ട് ഔത്തുലത അന്റെ ജാവ് കൊന്നു വന്നിട്ട് തെച്ചിട്ട് ആലോചനക്ക് പഠിച്ചോട്. ഈ ചെലവ് നന്റെ മോളുക മങ്ങിലത്തെ പേരിടുന്നാണ് ആക്കില്ലെങ്കിലും മങ്ങില ഇസ്സത്തിലാവിടോ. മങ്ങിലത്തെ നാളെല്ലാവർക്കും ദാവത്ത് കൊടുത്തെങ്കിലും അയ്യാവിടോ. പക്ഷേ മങ്ങിലത്തെ മുന്നലുക നാണാക്കൊണുകു കരുതി വെച്ച ഇത്ര ലാക്ക് പൈസത്തില് ഈ സമുദായത്തില്
ബാപ്പയില്ലാത്ത എത്ര പെണ്ണുമക്കളുണ്ടോ, ആങ്ങളമാരില്ലാത്ത എത്ര പെങ്ങന്മാരുണ്ടോ, മാപ്പിളയില്ലാത്ത എത്ര യതീമായ മക്കളുടെ വളർത്തിയ ഉമ്മമാരുണ്ടോ, വിധവയായ വയസ്സായിട്ട് ഒന്ന് രോഗിയായിട്ട് ചികിത്സിക്കണ പോലും പൈസയില്ലാത്ത എത്ര രോഗികളായ വൃദ്ധങ്ങളെ ഞങ്ങളെ രായത്തിലും ഞങ്ങളെ സമുദായത്തിലുണ്ടോ. അങ്ങനെ മീത്ത് അള്ളാഹു തന്നെ ഈ പൈസത്തെന്നാണ് ചെലവാക്കെങ്കിൽ നന്റെ മോലെ മങ്ങിലത്തെ പേരില് നന്റെ മോലെ മങ്ങിലാമ്പത്തുകോ നന്റെ മോലെ മങ്ങിലാക്കടെ അതേ കായം തിര നന്റെ മങ്ങിലത്തെ ഹാളിലുണ്ടല്ലേ. ഈ സമുദായത്തിൽപ്പെട്ട ഒരു പാവത്തെ പെണ്ണുകെ ഒരു 5 പവന് ബംഗാറ് കൊടുത്തിട്ട് 400 മങ്ങിലാക്കിയിട്ട് ഒരു സുന്ദരമായ ജീവനത്തെ കെട്ടിക്കൊടുക്കാണ്ട് ഒരാൾ തീരുമാനാക്കെങ്കിൽ നിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ ഉപകാരത്തിൽ പെടേ. അതല്ലാട്ട് അഹങ്കാരത്തിൽ വേണ്ടാത്ത ഒരു ചെലവാക്കണു പ്രേരണ കൊടുക്കൂടെ ഉമ്മമാര്, നന്റെ ഈമാനുള്ള പെങ്ങന്മാര്, നിങ്ങളെ ബാപ്പ നിങ്ങൾക്ക് വേണ്ടി ഇത്തരെല്ലാം ചെലവാക്കുമ്പോത്തുകോ അതൊന്നും നക്ക് വേണ്ട ബാപ്പ. 25-30 പവണ് ബംഗാറ് നക്ക് എടുക്കുമ്പോത്തുകൊണ്ടല്ലേ ബാപ്പാണക്ക് കാലി 20 പവണമയ്യാവൂ. 5 പവണ് ബംഗാറ് ഞങ്ങളെ കുടുംബത്തിലുള്ള ഇന്ന പെണ്ണുക ആ പെണ്ണുക എടുത്തു പോയിക്കോറോ ബാപ്പ. ആ പെണ്ണുടെ ആളുമാർ ആ പെണ്ണുടെ ഔത്തിൽ ഉമ്മ ഉണ്ടല്ലേ, നന്റെ ഉമ്മ നിങ്ങൾ എത്ര സന്തോഷത്തിലുണ്ട് നന്റെ ബംഗാർ എടുക്കണു ഗുണബന്ധറാറാ. ഇതുപോലെ നന്റെ കുടുംബത്തിലുള്ള ആ പെണ്ണുടെ ഉമ്മം ബാപ്പ എവിടെ സരള സാമൂഹിക വിവാഹം നടക്കിട് അർജി കൊടുത്തെങ്കിൽ ഞങ്ങളെ പെണ്ണുകങ്ങ മങ്ങിലാക്കി തരുവാറാണ്ട് കിനാവ് കാണുക തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി ബാപ്പ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പാവത്തെ പെണ്ണിനെതിരെ ചെലവാക്കെങ്കിലും ചൊല്ലുകൂ. ഈമാനുള്ള ഏതെങ്കിലും സുന്നത്തുകാരുടെ ഒരു പെണ്ണ് തയ്യാറുണ്ടാ? തന്റെ ഈമാനുള്ള പിരിസത്തെ പെങ്ങള് ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാടെ കേട്ടില്ലേ? ആരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ? എത്ര വലിയ വലിയായ സുബ്ഹാനല്ലാഹ് ലോകം കണ്ട മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുടെ ഉസ്താദ്. അഹ്മദ് ഇബ്നു ഹംബൽ 3 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ മഹാനാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ ശിഷ്യത്വത്തെ സ്വീകരിച്ചപ്പോൾ ചില ആൾമാർ കേട്ടറിയില്ല, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ നിങ്ങൾ ഇത്ര വലിയ ഹദീസ് പണ്ഡിതനല്ലേ, നിങ്ങൾ എന്തൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുടെ ശിഷ്യനാവിടെ? ഇത്ര ലക്ഷം ഹദീസ് ബൈഹാട്ടാക്കി നിങ്ങൾ എന്തൊക്കെ ഷാഫി ഇമാമരൊട്ടിക്ക് പോയിട്ട് പഠിക്കേ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്, തൊട്ടേക്കും പിടിച്ചേക്കും ഹദീസിലുണ്ട്, ബുഖാരിയിലുണ്ട്. കേട്ട് നടക്കരക്ക് എനിക്കത്തെ ചങ്ങായിമാറുള്ളാറല്ലേ. 3 ലക്ഷം ഹദീസ് ബൈഹാട്ടുള്ള എനിക്കത്തെ മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കേട്ടെങ്കിലൊട്ടിക്ക് ചൊല്ലുന്നതിനെ കൊണ്ടുണ്ട് 3 ലക്ഷം ഹദീസിനൊക്കെ ബൈഹാട്ടിന്നെങ്കിലും ഹദീസിന്റെ അർത്ഥം എന്തിനായിട്ട് തിരിയണമെങ്കിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് വേണം. ആ ഹദീസിലെ വ്യാഖ്യാനം എന്തിന്റെ ക്ലാരിഫിക്കേഷൻ എന്തിനായിട്ട് അഹ്മദ് ഇബ്നു ഹംബലക്ക് കൊണ്ടാവണമെങ്കിൽ അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് വേണോ. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തുക സൂര്യ ഇന്നതുപോലെ ആലിമീങ്ങളുകാൻ ദുനിയാവുക സൂര്യ ഇന്നതുപോലെ ആലിമീങ്ങൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എത്ര വലിയ സൂക്ഷ്മത, എത്ര വലിയ ബുദ്ധിശക്തി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു.